നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് നേടും എന്ന് സ്വാഭാവികമായിട്ടും ചർച്ച വരുന്ന സമയമായി. കാരണം സീസൺ പകുതിയിലധികമായി. തവണ വേൾഡ് കപ്പ് കൂടി ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കാം. അവസാന നിമിഷത്തിൽ വേൾഡ് കപ്പിൽ ഒരാൾ മിന്നിക്കത്തി കളിച്ചാൽ അയാൾക്ക് ബാലൻഡിയോർ കൊടുക്കാം. മുമ്പ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേൾഡ് കപ്പിന് വലിയ പ്രാധാന്യമുള്ള ഒരു ഇയറാണ്. നിലവിൽ ബാലൻഡിയോറിന് സാധ്യതയുള്ള 6 താരങ്ങൾ, അവരുടെ പ്രോബബിലിറ്റി എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് സ്കോർ 90 അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബുക്ക് മേക്കേഴ്സ് ഓട് വെച്ചുകൊണ്ട് അവരുണ്ടാക്കിയ കണക്കാണ്. 6ാം സ്ഥാനത്ത് വിനി ജൂനിയറാണ്. 4% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ 5ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ് വരുന്നു. 8% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് പെർസെൻറ്റേജ് കണക്കാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് റൈസ് വരുന്നു. ആഴ്സണലിലെ താരം. 10% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് പ്രോബിലിറ്റി എങ്കിൽ 3ാം സ്ഥാനത്താണ് FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിനെ യമാൽ ഉള്ളത്. 16% അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ വിന്നിങ് പ്രോബിലിറ്റി. 2ാമത് ഹാരി കെയ്ന് വരുന്നു. 18% ബാലൻഡിയോർ വിന്നിങ് പ്രോബിലിറ്റി കാണിക്കുമ്പോൾ 1ാമത് കിലിയൻ എംബാപ്പെ തന്നെയാണ്. മിന്നും ഫോമിലുള്ള താരത്തിന് 26% ബാലൻഡിയോർ വിന്നിങ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഇനി ഈ താരങ്ങളുടെയൊക്കെ നിലവിലെ പ്രകടനവും അതുപോലെ തന്നെ അവരുടെ കിരീട നേട്ടങ്ങളുടെ സാധ്യതയൊക്കെ പറയുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 32 മത്സരങ്ങളാണ് ഈ സീസണിൽ ഇതുവരെ എംബാപ്പെ നടത്തിയത്. 38 ഗോളുകൾ അദ്ദേഹം അടിച്ചു, 6 അസിസ്റ്റുകളും. അദ്ദേഹത്തിന് ലലീഗ നേടാനുള്ള സാധ്യത ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് 57%. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 9%. വേൾഡ് കപ്പിൽ ഫ്രാൻസിനൊപ്പം കിരീടം ചൂടാനുള്ള സാധ്യതയാവട്ടെ 10% കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 2ാമതുള്ള ഹാരി കെയ്ൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ 35 മാച്ചുകൾ അദ്ദേഹം കളിച്ചു, 41 ഗോളുകൾ, 5 അസിസ്റ്റുകൾ. ബൂണ്ടസ് ലീഗ നേടാനുള്ളൊരു സാധ്യത കണക്കാക്കുന്നത് 98%. ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 16%. ഇംഗ്ലണ്ടിനൊപ്പം വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയാവട്ടെ 13% കണക്കാക്കിയിരിക്കുന്നു. അടുത്ത ലാമിനെ യമാലാണ്. യമാൽ 32 മത്സരങ്ങൾ, 15 ഗോള്, 13 അസിസ്റ്റ്, അങ്ങനെ നിൽക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ലലീഗ നേടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 43%. യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 10%. സ്പെയിനൊപ്പം വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയാവട്ടെ 16% കണക്കാക്കുന്നു. അടുത്തത് ഡെക്ലാൻ റൈസാണ്. ആഴ്സണലിന് വേണ്ടി കളിക്കുന്ന താരത്തിൻ്റെ പ്രീമിയർ ലീഗ് കിരീട സാധ്യത 58% കണക്കാക്കുമ്പോൾ 20% അദ്ദേഹത്തിൻ്റെ UCL കിരീട സാധ്യത, 13% വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയും കണക്കാക്കുന്നു. 37 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും 10 അസിസ്റ്റുമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അടുത്ത എർലിംഗ് ഹാലൻഡാണ്. നോർവീജിയൻ സൂപ്പർ താരം. 37 കളികളിൽ നിന്ന് 29 ഗോളുകളും 6 അസിസ്റ്റുമാണ് ഈ സീസണിലെ സമ്പാദ്യം. പ്രീമിയർ ലീഗിൽ കിരീടം ചൂടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്ന 40%. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 10%. നോർവേക്കൊപ്പം വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതയോ അത് വളരെ കുറവാണ്, 3% പ്രോബിലിറ്റി കാണുന്നത്. ഇനി വിനി ജൂനിയറോ? വിനി ജൂനിയർ 35 മത്സരങ്ങളാണ് ഇപ്പോൾ കളിച്ചത്, 11 ഗോളുകളും 11 അസിസ്റ്റുകളും. ലലീഗ നേടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്ന 57% യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 9%. എന്നാൽ ബ്രസീലിനൊപ്പം ലോകകപ്പ് നേടാനുള്ള സാധ്യത 10% കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നിലവിലെ ഒരു കാൽക്കുലേഷൻസ്. എന്തായാലും ഇതിനൊക്കെ മാറ്റം വരാം. സീസൺ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പോരുമുറുകുമല്ലോ. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നമ്മൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ലാ ലീഗയിൽ നമ്മൾ കണ്ടില്ലേ, ഒന്നാമതുണ്ടായിരുന്ന ബാഴ്സ 2ാമതായി, റയൽ 1ാമതായി. അപ്പോൾ ഇനിയും മറിയലുകളൊക്കെ സംഭവിക്കാം. ഫോട്ടോ ഫിനിഷിലേക്ക് പല ലീഗുകളും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും വേൾഡ് കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ മെസ്സിയും റൊണാൾഡോയും മിന്നിയാലോ ഈ കണക്കിനൊന്നും ഒരു കാര്യവുമില്ലാതെയും ആവാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.